ഹായ് ഫ്രണ്ട്സ്, നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഏറ്റവും കൂടുതൽ കുട്ടികൾ ചോദിച്ച ഒരു ചോദ്യമാണ് MSME എന്താണ്, MSMEയെക്കുറിച്ച്, അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ്, അതിൻ്റെ റോള് ഒക്കെയാണ് ചോദിച്ചത്. അപ്പോൾ നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നതും MSME ആണ്. MSME ഡെവലപ്മെൻറ്റ് ആക്ട് 2006 1-വേർഡ് ക്വസ്റ്റ്യൻ ആണ്. MSME ഡെവലപ്മെൻറ്റ് ആക്ട് ഡാഷ് എന്ന് പറയും. ആക്ട് MSME 2006 എന്ന് പഠിച്ചു വെച്ചോളാം. MSME ഡെവലപ്മെൻറ്റ് ആക്ട് എന്ന് വെച്ചാലും MSME ആക്ട് എന്ന് വെച്ചാലും ഒന്ന് തന്നെയാണ്. 2006 ആണത്. ഓക്കെ, അപ്പം എങ്ങനെയാണ് ഒരു കമ്പനിയെ MSME, എന്താണ് MSME? മൈക്രോ സ്മോൾ മീഡിയം എൻ്റർപ്രൈസസുകളുടെ ഒരു കൂട്ടായ്മയെ അതിനെ ഡെവലപ്പ് ചെയ്യാനും എൻ്റർപ്രണേഴ്സിന് ട്രെയിനിങ് കൊടുക്കാനും അതിന് വേണ്ട സഹായ സഹകരണങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്ന ഒരു സ്ഥാപനമാണ് MSME എന്ന് പറയുന്നത്. അപ്പോൾ മൈക്രോ സ്മോൾ മീഡിയം എന്ന് പറയുന്നത് 3 കാറ്റഗറി കമ്പനികളാണ്. അപ്പോൾ എങ്ങനെയാണ് ഒരു കമ്പനിയെ അല്ലെങ്കിൽ ഒരു എൻ്റർപ്രൈസിനെ മൈക്രോ സ്മോൾ മീഡിയം എന്ന് പറഞ്ഞ് ക്ലാസിഫൈ ചെയ്യുന്നത്? കമ്പനി എന്ന് പറയുമ്പം 2 ടൈപ്പ് കമ്പനികളുണ്ട്. മാനുഫാക്ചറിങ് കമ്പനികളുണ്ട്, സർവീസ് കമ്പനികളുണ്ട്. അല്ലെങ്കിൽ ഇൻഡസ്ട്രി എന്ന് പറയുന്നത് മാനുഫാക്ചറിങ് ഇൻഡസ്ട്രിയും ഉണ്ട്, സർവീസ് ഇൻഡസ്ട്രീസും ഉണ്ട്. അപ്പം എന്താണ് മാനുഫാക്ചറിങ് ഇൻഡസ്ട്രിയിൽ എങ്ങനെയാണ് ഈ മൈക്രോ സ്മോൾ മീഡിയം ക്ലാസിഫൈ ചെയ്യുന്നത്, സർവീസ് ഇൻഡസ്ട്രിയിൽ എങ്ങനെയാണ് മൈക്രോ സ്മോൾ മീഡിയം ക്ലാസിഫൈ ചെയ്യുന്നത് എന്നുള്ളതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അതിലാദ്യം മൈക്രോ എൻ്റർപ്രൈസ് ഈസ് ഓൺ വിച്ച് ദ ഇൻവെസ്റ്റ്മെൻറ്റ് ഡസ് നോട്ട് എക്സീഡ് 25 lakhs. മാനുഫാക്ചറിങ് ഇൻഡസ്ട്രിയിൽ 25 ലക്ഷത്തിൽ കൂടാത്ത ഇൻവെസ്റ്റ്മെൻ്റ് ഉള്ള കമ്പനികളെയാണ് മൈക്രോ എന്ന് പറയുന്നത്. സാധാരണ നമ്മൾ ഒരു കമ്പനിയുടെ ആനുവൽ ടേൺ ഓവർ വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യാറ്, ഒരു കമ്പനിയെ മെഷർ ചെയ്യാറ് അല്ലേ. പക്ഷേ ഇവിടെ MSME മെഷർ ചെയ്യുന്നത് എന്താണ്? ടേൺ ഓവർ അല്ല. ടേൺ ഓവർ എത്ര തന്നെ ആയാലും ശരി, അതിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് എത്രയാണ് എന്നുള്ളതാണ് കമ്പനി നോക്കുക. അല്ലേ, MSME നോക്കുന്നത് ആ കമ്പനിയിൽ എത്ര ഇൻവെസ്റ്റ് ചെയ്തു എന്നുള്ളതാണ്. അപ്പം മാനുഫാക്ചറിങ് ഇൻഡസ്ട്രിയിൽ 25 lakhs വരെയുള്ള ഇൻവെസ്റ്റ്മെൻറ്റിനെ, 25 lakhന് താഴെ ഉള്ള എൻ്റർപ്രൈസിനെയാണ് മൈക്രോ എൻ്റർപ്രൈസസ് എന്ന് വിളിക്കുന്നത്. അതേ 25 lakhന് മുകളിൽ, എന്നാൽ 5 കോടിയുടെ താഴെ 25 lakh to 5 crore വരെയാണെങ്കിൽ അത് സ്മോൾ എൻ്റർപ്രൈസസ്. നേരെ മറിച്ച് മീഡിയം എന്ന് പറയുന്നത് മോർ ദാൻ 5 crore to ബിലോ 10 crore, 5 കോടിക്ക് മുകളിൽ എന്നാൽ 10 കോടിയിൽ താഴെയുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് വരുന്ന കമ്പനികളെയാണ് എന്താ മീഡിയം എൻ്റർപ്രൈസ് എന്ന് പറയുന്നത്. 10 കോടിക്ക് മുകളിലുള്ളത് ഏതാണ്? ലാർജ് ഇൻഡസ്ട്രീസാണ്. ലാർജ് ഇൻഡസ്ട്രീസ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നില്ല. നെക്സ്റ്റ് സർവീസ് ഇൻഡസ്ട്രി ആണെങ്കിൽ, അല്ലെങ്കിൽ സർവീസ് എൻ്റർപ്രൈസസിൻ്റെ ക്ലാസിഫിക്കേഷൻ എങ്ങനെയാണ് എന്നുള്ളതാണ്. അപ് ടു 10 lakh വരെയുള്ള സർവീസ് ഇൻഡസ്ട്രികളാണെങ്കിൽ അത് മൈക്രോ, 10 to 2 crore ആണെങ്കിൽ അത് സ്മോള്, 2 crore to 5 crore ആണെങ്കിൽ അത് മീഡിയം. ഓക്കെ, രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോരുത്, ഓർത്ത് വെച്ചോളാം. ഇനി അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ദേ ആർ ജനറലി ഓർഗനൈസ്ഡ് ആൻഡ് റൺ ബൈ ഇൻഡിവിജ്വൽ എൻ്റർപ്രണേഴ്സ്. അതായത് ഒരിക്കലും MSME എന്ത് ചെയ്യുന്നില്ല, ഒരു കൂട്ടം എൻ്റർപ്രണേഴ്സിനെ ഒരിക്കലും പ്രൊമോട്ട് ചെയ്യില്ല. ഒരു ബിസിനസ്സിൽ 1, 2, 3 ആൾക്കാർ, അവരെ എന്ത് ചെയ്യുക, ഡെവലപ്പ് ചെയ്ത് ട്രെയിനിങ് കൊടുത്ത് അവരെ ആ മേഖലയിൽ മാസ്റ്റർ ആക്കുകയാണ് MSME ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇൻഡിവിജ്വൽ എൻ്റർപ്രണേഴ്സ് ഓർഗനൈസ് ചെയ്ത് റൺ ചെയ്യുന്ന എൻ്റർപ്രൈസിനെയാണ് MSME എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് റേഞ്ചും കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇനി രണ്ടാമത്തെ പോയിൻറ്റ്, ദേ റിക്വയർ ലെസ് ക്യാപിറ്റൽ. കുറഞ്ഞ ക്യാപിറ്റൽ ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, വളരെ പെട്ടെന്ന് MSME ആക്ടിൽ രജിസ്റ്റർ ചെയ്തിട്ട് നമുക്ക് സർക്കാരിൻ്റെ ആനുകൂല്യങ്ങൾ ഒരുപാട് കരസ്ഥമാക്കാൻ പറ്റും. അപ്പോൾ ക്യാപിറ്റൽ എപ്പോഴും എന്തായിരിക്കും, കുറവായിരിക്കും. നിങ്ങൾ കോടികൾ ചോദിച്ചാലൊന്നും MSME തരില്ല. കുറച്ച് ലക്ഷങ്ങളൊക്കെ MSMEക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, തരാൻ പറ്റുള്ളൂ. ദേ ആർ ഫണ്ടമെൻ്റലി ലേബർ ഇൻറ്റൻസീവ് യൂണിറ്റ് ഫെസിലിറ്റേറ്റിംഗ് ഗ്രേറ്റർ യൂട്ടിലൈസേഷൻ ഓഫ് മാൻ പവർ. അതായത് MSME ഒരിക്കലും എന്തല്ല, ക്യാപിറ്റൽ ഇൻറ്റൻസീവ് അല്ല. നമ്മൾ ടൈപ്പ് ഓഫ് പ്രോജക്റ്റിൽ ഡിസ്കസ് ചെയ്തിരുന്നു, എന്ത് ഇൻറ്റൻസിറ്റി അല്ലെങ്കിൽ ഇൻറ്റൻസീവ് ക്ലാസിഫിക്കേഷൻ അല്ലേ. അതിൽ ഫാക്ടർ ഇൻറ്റൻസീവ്, അതിൽ ക്യാപിറ്റൽ ഇൻറ്റൻസീവും പറഞ്ഞു, പിന്നെ ലേബർ ഇൻറ്റൻസീവും പറഞ്ഞു. കോടികൾ മുടക്കി മെഷീനറിയും കാര്യങ്ങളൊക്കെ വാങ്ങി നമ്മൾ ബിസിനസ് ചെയ്യുകയാണെങ്കിൽ അത് ക്യാപിറ്റൽ ഇൻറ്റൻസീവാണ്. നേരെ മറിച്ച് മെഷീനറികളൊക്കെ ചെറിയ ടെക്നോളജിക്കൽ മെഷീനറികൾ ചെറുത് മാത്രം വാങ്ങി കൂടുതൽ മാൻ പവറിലാണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നതെങ്കിൽ അത് ലേബർ ഇൻറ്റൻസീവാണ്. MSME എന്താണ്, ലേബർ ഇൻറ്റൻസീവാണ്. MSME ഒരിക്കലും എന്തല്ല, ക്യാപിറ്റൽ ഇൻറ്റൻസീവ് അല്ല. അപ്പോൾ അവിടെ മാക്സിമം മാൻ പവർ യൂട്ടിലൈസ് ചെയ്തിട്ടാണ് അവിടെ എന്ത് ചെയ്യുന്നത്, നമ്മൾ ബിസിനസ് ചെയ്യിക്കുന്നത് അല്ലെങ്കിൽ ഒരു ഇൻഡസ്ട്രി തുടങ്ങുന്നത്. ദേ ഇൻവോൾവ് ദ യൂസ് ഓഫ് സിമ്പിൾ ടെക്നോളജി. MSME എപ്പോഴും എന്തായിരിക്കും, സിമ്പിൾ ടെക്നോളജി ഉപയോഗിക്കുള്ളൂ. പറ്റ പഴയതുമല്ല, എന്നാൽ പറ്റ ലേറ്റസ്റ്റും അല്ല. അതിൻ്റെ ഇടയിലുള്ള ഒരു സിമ്പിൾ ടെക്നോളജിയാണ് MSME എപ്പോഴും നമുക്ക് പ്രൊവൈഡ് ചെയ്യുക. അത് ഇൻറ്റൻസീവ് യൂട്ടിലൈസേഷൻ ഓഫ് ഇൻഡിവിജ്വൽ സ്കിൽസ്. സിമ്പിൾ ടെക്നോളജിയാണ്, എന്നാൽ ഇൻഡിവിജ്വൽ മാൻ പവറിനെ മാക്സിമം എന്ത് ചെയ്യും,
ഇൻറ്റൻസീവായിട്ട് ഉപയോഗിക്കുക. ലീഡിങ് ടു പ്രൊഫഷണൽ സ്പെഷ്യലൈസേഷൻസ് ദ കാറ്റർ ദ ഇൻഡിവിജ്വൽ ടെസ്റ്റ്സ് ആൻഡ് ഫാഷൻ ആൻഡ് റെൻഡർ പേഴ്സണലൈസ്ഡ് സർവീസ് ടു കൺസ്യൂമേഴ്സ്. അപ്പോൾ നമ്മളെ കയ്യിലൊരു ഐഡിയ ഉണ്ട്, നമ്മളെ കയ്യിൽ അത്ര ക്യാപിറ്റലില്ല, നമുക്ക് സ്ഥലവും ഇല്ല, അപ്പോൾ നമ്മൾ MSME പോവാണ്, എനിക്ക് ഇങ്ങനെ ഒരു ബിസിനസ് ചെയ്യണം എന്ന് പറഞ്ഞാൽ അവരെന്ത് ചെയ്യും? നമുക്ക് വേണ്ട സർവീസസ് എന്തൊക്കെയാണോ അത് നമുക്ക് പ്രൊവൈഡ് ചെയ്യും. നമ്മുടെ ടേസ്റ്റ്, നമ്മുടെ ഫാഷൻ, നമ്മുടെ ക്യാരക്ടറിസ്റ്റിക്സ് അല്ലെങ്കിൽ നമ്മുടെ കപ്പാസിറ്റിക്ക് അനുസരിച്ച് ബിസിനസ് നമുക്ക് അവരെന്ത് ചെയ്യും? പറഞ്ഞു തരും. അതിൽ നമ്മൾ തയ്യാറാണെങ്കിൽ അവർ മാസ്റ്ററാക്കി തരും. മനസ്സിലായില്ലേ? ഇനി വേണമെങ്കിൽ മിഷനറികൾ വേണമെങ്കിൽ അതും ഹയർ ചെയ്യും. കുറഞ്ഞ വാടകയ്ക്ക് മിഷനറികൾ അവർ പ്രൊവൈഡ് ചെയ്യുകയും ചെയ്യും. ഓക്കെ, അതാണ് പ്രൊഫഷണൽ സ്പെഷ്യലൈസേഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ്, ദേ ആർ ഹൈലി ലോക്കലൈസ്ഡ് ഇൻഡസ്ട്രീസ്. അവരെന്താണ്? മൾട്ടിനാഷണൽ ഒന്നല്ല, അവർ ഒരു നാഷണൽ വൈഡ് ഓർഗനൈസേഷനാണ്. അവരെപ്പോഴും ലോക്കൽ ഏരിയയിൽ അവിടുത്തെ റിക്വയർമെൻറ്റ് എന്താണോ അല്ലെങ്കിൽ അവിടെ കിട്ടുന്ന റിസോഴ്സസ് എന്താണോ അത് ഉപയോഗിച്ച് മാക്സിമം എന്ത് ചെയ്യുക? ലോക്കൽ റിസോഴ്സസ് ഉപയോഗിച്ച് മാക്സിമം ഇൻഡസ്ട്രിയൽ സെറ്റപ്പ് ഉണ്ടാക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ ബിസിനസ് ചെയ്യുകയാണെങ്കിലും അവിടുത്തെ റിക്വയർമെൻറ്റ് എന്താണ്, ലോക്കൽ മാർക്കറ്റിൻ്റെ റിക്വയർമെൻറ്റ് എന്താണ്. ഒരിക്കലും നിങ്ങളെ എക്സ്പോർട്ടോ അല്ലെങ്കിൽ ഇമ്പോർട്ട് ചെയ്യാനൊന്നും MSME എന്ത് ചെയ്യില്ല. എക്സ്പോർട്ട് ചെയ്യാൻ നമ്മളെ പ്രൊമോട്ട് ചെയ്യും, പക്ഷേ ഇമ്പോർട്ട് ചെയ്യാൻ ഒരിക്കലും MSME നമ്മളെ പ്രൊമോട്ട് ചെയ്യില്ല. ക്ലിയർ? അപ്പോൾ അതിൽ ലോക്കൽ റിസോഴ്സസ് എന്തൊക്കെയാണോ അവൈലബിൾ ഉള്ളത് അത് വെച്ച് എന്തൊക്കെ ബിസിനസ് നടത്താം, അത് എങ്ങനെ സക്സസ്ഫുൾ ആക്കാം എന്നുള്ളതൊക്കെ അവർ നമ്മളെ പറഞ്ഞ് പഠിപ്പിക്കും. ദേ ആർ എലിജിബിൾ ഫോർ ഗവൺമെൻറ് അസിസ്റ്റൻസ് ആൻഡ് പാട്രോണേജ് ആൻഡ് ഫോർ കൺസെഷണൽ ഫിനാൻസ് ബൈ ബാങ്ക്സ്, ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്. അതായത് ഗവൺമെൻറ്റിൻ്റെ, സ്റ്റേറ്റ് ഗവൺമെൻറ്, സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ എല്ലാ അസിസ്റ്റൻസും, ഒരു ഇൻഡസ്ട്രിയൽ അസിസ്റ്റൻസിനെല്ലാം MSME എലിജിബിളാണ്. ഏത് അസിസ്റ്റൻസും ആദ്യം MSMEക്ക് കൊടുത്തിട്ടേ പുറത്ത് കൊടുക്കുള്ളൂ. അപ്പോൾ നമുക്കെന്തെങ്കിലും ആവശ്യങ്ങളുണ്ടെങ്കിൽ, നമുക്കെന്തെങ്കിലും അസിസ്റ്റൻസ് വേണമെങ്കിൽ MSMEയെ സമീപിച്ചാൽ MSME എന്ത് ചെയ്യും? അത് സർക്കാർ അടുത്ത് നിന്ന് വാങ്ങി നമുക്ക് പ്രൊവൈഡ് ചെയ്യും. അതിന് അവർ സർവീസ് ചെയ്യാൻ അവർ എപ്പോഴും റെഡിയാണ്. ഓക്കെ, അതുപോലെ തന്നെ മറ്റു ബാങ്കുകളിൽ നിന്നും ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ നിന്നൊക്കെ ലോണും മറ്റു കൺസെഷണൽ ഇതൊക്കെ വേണമെന്നുണ്ടെങ്കിൽ അതും MSME നമുക്ക് പ്രൊവൈഡ് ചെയ്യും. കാരണം MSMEയിൽ രജിസ്റ്റർ ചെയ്ത ഒരു കമ്പനിയാണെങ്കിൽ ബാങ്കുകൾ നമുക്ക് വിശ്വസിച്ച് എന്ത് ചെയ്യും? പൈസ തരും. മനസ്സിലായില്ലേ? അതാണ് പ്രത്യേകത. മറ്റൊന്ന്, ദേ ആർ ഫ്ലെക്സിബിൾ ടു എ ലാർജ് എക്സ്റ്റെൻറ്റ്. ഒരുപാട് ഫ്ലെക്സിബിളാണ്. ഇങ്ങനെ ചെയ്യണം അല്ലെങ്കിൽ പിടിവാശികളോ അല്ലെങ്കിൽ ഇത്ര പൈസ അടയ്ക്കണമെന്നോ ഒന്നും അവർ പറയില്ല. നമ്മളെ കൊണ്ട് പറ്റിയില്ലെങ്കിൽ അവരെന്ത് ചെയ്യും? നിങ്ങളെ കൊണ്ട് എപ്പോഴാണോ പറ്റുന്നത് അപ്പോൾ തിരിച്ചടച്ചാൽ മതി എന്ന് പറയും. അതായത് 2 വർഷം വരെ നമുക്ക് ക്യാപിറ്റൽ ഇങ്ങോട്ട് തരും നമ്മളെ ബിസിനസ് റൺ ചെയ്യാൻ. അതായത് 2 വർഷം എന്ന് പറഞ്ഞാൽ ഒരു ബിസിനസ് പച്ചപിടിച്ച് സക്സസ്ഫുൾ ആവുന്നത് വരെയുള്ള സമയം. അത് കഴിഞ്ഞാൽ അവർ തന്ന പൈസക്ക് നമ്മൾ എന്ത് ചെയ്താൽ മതി? കുറേശ്ശെ അങ്ങോട്ട് തിരിച്ചു കൊടുത്താൽ മതി. ഇനി മിഷനറി വേണോ? മിഷനറി തരും. മാൻ പവർ വേണോ? മാൻ പവർ തരും. സ്ഥലം വേണോ? സ്ഥലം തരും. ബിൽഡിംഗ് വേണോ? ബിൽഡിംഗ് തരും. നമുക്ക് എന്താണോ വേണ്ടത് അത് സർക്കാർ നമുക്ക് പ്രൊവൈഡ് ചെയ്യും. ക്ലിയർ? എന്നിട്ട് അതിനൊക്കെ ഒരു റീസണബിൾ വാടക, റെൻറ്റ്, അത് ഇപ്പോൾ കൊടുക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ എപ്പോഴാണോ നമ്മൾ ബിസിനസ്സിൽ പച്ച പിടിച്ച് പോകുന്നത് അപ്പോൾ നമ്മൾ തിരിച്ചു കൊടുത്താൽ മതി. ഇനി നമ്മളെ കൊണ്ട് ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നില്ല, അടച്ചു പൂട്ടേണ്ട ഗതികേടാണെങ്കിൽ അടച്ചു പൂട്ടി അവിടുന്ന് വാങ്ങിയ സാധനങ്ങളൊക്കെ തിരിച്ചേൽപ്പിക്കുക, നേരെ പോരുക. ഇനി അവിടുന്ന് നല്ല ഡെവലപ്പായി ഒരുപാട് പ്രോഫിറ്റും റവന്യൂ ഒക്കെ ഉണ്ടാക്കി നമുക്ക് ഈ സെറ്റപ്പ് പോരാ, ഒന്നുകൂടി നല്ല സെറ്റപ്പിൽ പുറത്തു പോയി തുടങ്ങണമെങ്കിൽ അതിനും അവർ സഹായിക്കും. അപ്പം എന്ത് ചെയ്യുക? അത് സെറ്റായതിൻ്റെ ശേഷം നമ്മളിവിടെ ഉപയോഗിച്ച മിഷനറികളും ലാൻഡ്, ബിൽഡിങ്, എല്ലാ സംഗതികളും തിരിച്ചേൽപ്പിക്കുക. അതുവരെ പറ്റിയാൽ അതിനുപയോഗിച്ച റെൻറ്റ്, വാടക, ഒരു നോമിനൽ അല്ലെങ്കിൽ റീസണബിൾ പ്രൈസ് നമ്മൾ തിരിച്ചടയ്ക്കുക. മനസ്സിലായില്ലേ? അത്രയും അവർ നമ്മളെ സഹായിക്കും. അതാണ് ഫ്ലെക്സിബിൾ എന്ന് പറയുന്നത്. നെക്സ്റ്റ്, ദേ ആർ ഫ്രീ ഫ്രം റിട്ടൈപ്പിസം ആൻഡ് ബ്യൂറോക്രാറ്റിക് ഹാൻഡിക്യാപ്സ്. അതായത് ചുവപ്പ് നാടാന്നൊക്കെ പറയില്ലേ, അതായത് ഉദ്യോഗ കൈകളിൽ കിടന്ന് ഇങ്ങനെ പല സർക്കാർ സംവിധാനങ്ങളും റിട്ടൈപ്പിസത്തിലാണ്. പക്ഷേ MSME ഒരിക്കലും ഒന്നല്ല, റിട്ടൈപ്പിസം അല്ല. അതിന് പ്രത്യേകം പാർലമെൻ്ററി ആക്ട് പ്രകാരം തുടങ്ങിയതായതുകൊണ്ട് തന്നെ അവിടെ ആര് അപ്ലൈ ചെയ്താലും എത്രയും പെട്ടെന്ന് ആ ഫയലുകൾ തീർപ്പാക്കണം എന്നാണ്. ഓക്കെ, അതാണ് മറ്റൊരു പ്രത്യേകത. കമ്പയർഡ് ടു ലാർജ് യൂണിറ്റ്സ് MSME ഹാസ് എ ലെസർ ജസ്റ്റേഷൻ പീരീഡ്. അതായത് ഇപ്പോൾ വലിയ കമ്പനികൾ 10 കോടിക്ക് മുകളിലൊക്കെ ഇൻവെസ്റ്റ്മെൻറ്റുള്ള കമ്പനികളാണെങ്കിൽ അതിൻ്റെ മുതൽ തിരിച്ചെടുക്കാൻ എന്തായാലും 5-8 കൊല്ലം എടുക്കും അല്ലേ? പക്ഷേ MSME കുറഞ്ഞ ഇൻവെസ്റ്റ്മെൻറ്റിൽ തുടങ്ങുന്നതുകൊണ്ട് തന്നെ നമ്മുടെ മുതൽ പെട്ടെന്ന് തന്നെ നമുക്ക് തിരിച്ചെടുക്കാൻ പറ്റും. ആ മുതൽ ഇൻവെസ്റ്റ് ചെയ്ത് തിരിച്ചെടുക്കുന്ന കാലയളവിനെയാണ് ജസ്റ്റേഷൻ പീരീഡ് എന്ന് പറയുന്നത്. ക്ലിയർ? ആ ജസ്റ്റേഷൻ പീരീഡ് കുറവാണ് MSMEക്ക്. അത് മറ്റൊരു പ്രത്യേകത. ഇനി നമ്മൾ പറയുന്നത് MSMEയുടെ റോളാണ്. MSMEക്ക് എക്കണോമിയിൽ ഉണ്ടാകുന്ന റോൾ എന്തൊക്കെയാണ്? അതിൽ ആദ്യം പറയുന്നത് ലാർജ് എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ്. ഒരു MSME ഒരു ബിസിനസ് തുടങ്ങിയാൽ ആ ബിസിനസ്സിൽ ഒരു 4 ആൾക്കാർക്ക് ജോലി കിട്ടും. അല്ലെങ്കിൽ MSME നമ്മളെ കൊണ്ടൊരു ബിസിനസ് തുടങ്ങിപ്പിക്കുക, അല്ലെങ്കിൽ നമ്മൾ MSMEനോട് പറയുകയാണ് ഒരു ബിസിനസ് തുടങ്ങണം എന്ന് പറഞ്ഞാൽ MSME അതിന് വേണ്ട സഹായ സഹകരണങ്ങൾ ചെയ്തു തരും.
എന്തിനാണ് ചെയ്തിരുന്നത് വെച്ചാൽ ആ ബിസിനസ് വഴി ഒരു 4 ആൾക്കാർക്ക് ജോലി കിട്ടും, അവരുടെ ഫാമിലി ഡെവലപ്പാവും, സൊസൈറ്റി ഡെവലപ്പാവും, സൊസൈറ്റിയിലുള്ള അൺഎംപ്ലോയ്മെൻറ്റ്, പോവർട്ടി പോലത്തെ സോഷ്യൽ ഇഷ്യൂസ് എന്താണ് കുറയും. അതുവഴി സർക്കാരിന് എന്ത് കിട്ടും? ടാക്സ് കിട്ടും. അതാണ് MSMEയുടെ ഉദ്ദേശം. മനസ്സിലായില്ലേ? അപ്പോൾ ലാർജ് എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് അവിടെ ഉണ്ട്. അതുപോലെ തന്നെ എക്കണോമിക്കൽ യൂസ് ഓഫ് ക്യാപിറ്റൽ, അതായത് ഉള്ള റിസോഴ്സസ് എന്താണ് എക്കണോമിക്കലി നല്ല രീതിയിൽ എഫക്റ്റീവായിട്ട് അല്ലെങ്കിൽ എഫിഷ്യൻ്റായിട്ട് ആ റിസോഴ്സസ് എന്ത് ചെയ്യുക? യൂസ് ചെയ്യുക. മൂന്നാമത് ബാലൻസ്ഡ് റീജിയണൽ ഡെവലപ്മെൻറ്റ്, അതായത് റീജിയണൽ ഡെവലപ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ എല്ലാ ഏരിയയും ഒരുപോലെ എന്താണ് ഡെവലപ്പ് ചെയ്യുക. അപ്പോൾ കൊച്ചി, തൃശ്ശൂർ, കോഴിക്കോട്, തിരുവനന്തപുരം എന്നൊക്കെ പറഞ്ഞാൽ കൂടുതലായിട്ടും നമ്മുടെയൊക്കെ ക്യാപിറ്റൽ അക്യുമുലേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ഇൻകം അല്ലെങ്കിൽ വെൽത്ത് അക്യുമുലേറ്റ് ചെയ്യുന്ന സ്ഥലങ്ങളാണ്, കൂടുതൽ ഡെവലപ്മെൻറ്റുള്ള സ്ഥലങ്ങളാണ്. എല്ലാ ജില്ലകളെയും അതുപോലെ ആക്കിയെടുക്കുക എന്നുള്ളതാണ് MSMEയുടെ മറ്റൊരു റോൾ എന്ന് പറയുന്നത്. ഇക്വിറ്റബിൾ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഇൻകം ആൻഡ് വെൽത്ത്, നമ്മൾ പറഞ്ഞു ഈ തൃശ്ശൂർ, കോഴിക്കോട്, പിന്നെ കൊച്ചിൻ, തിരുവനന്തപുരം എന്നൊക്കെ പറഞ്ഞാൽ കേരളത്തിൻ്റെ മുഖ്യ ഡെവലപ്മെൻറ്റുകളൊക്കെ വരുന്നത് ഇങ്ങനത്തെ സിറ്റീസിലാണ്. പക്ഷേ MSME എന്താണ്, അതൊക്കെ സർക്കാരിൻ്റെ അടുത്ത് പറഞ്ഞ് അല്ലെങ്കിൽ സർക്കാരിൻ്റെ സഹായത്തോടു കൂടി എല്ലാ ഏരിയകളിലും ആ കിട്ടുന്ന ടാക്സ് വരുമാനം എല്ലാ ഏരിയകളിലും ഒരുപോലെ ഡെവലപ്പാക്കുക, ഒരുപോലെ അപ്ലൈ ചെയ്യുക എന്നുള്ളതാണ് ഇക്വിറ്റബിൾ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഇൻകം ആൻഡ് വെൽത്ത് എന്ന് പറയുന്നത്. അഞ്ചാമത്തത് ഹയർ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞു വലിയ ടെക്നോളജിക്കൽ പരമായിട്ടുള്ള സംഗതികളൊന്നും തരില്ല, പക്ഷേ ഒരു മീഡിയം ടെക്നോളജിക്കൽ തരുമ്പോൾ തന്നെ ഒരു 4 ആൾക്കാർക്ക് ജോലി കിട്ടിയാൽ അവരുടെ ജോലി കാരണം അവരുടെ ഫാമിലി എന്തായി? 4 ഫാമിലി ഡെവലപ്പാവും. ഇങ്ങനെ ബിസിനസ് തുടങ്ങുന്നതുകൊണ്ട് ഒരുപാട് ആൾക്കാർക്ക് ജോലി കിട്ടുന്നു, ആ ജോലി കിട്ടിയവരുടെ ഫാമിലിയൊക്കെ ഡെവലപ്പ് ആവുന്നു, അതുവഴി സൊസൈറ്റി ഡെവലപ്മെൻറ്റ് വരുന്നു, സൊസൈറ്റിയിൽ ഡെവലപ്മെൻറ്റ് വരുമ്പോൾ രാജ്യം എക്കണോമിക്കലി ഡെവലപ്പാവും. എക്കണോമിക്കലി ഡെവലപ്പ് ആകുമ്പോൾ അവരുടെ ലൈഫ് സ്റ്റൈലൊക്കെ മാറും, സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് ഒന്ന് ഉയരും. മനസ്സിലായല്ലേ? അതായത് ഒരു ദിവസം 300 റുപ്യ സമ്പാദിച്ച ആൾ ചിലപ്പോൾ ഒരു ദിവസം 500 റുപ്യ സമ്പാദിക്കും. അപ്പോൾ എന്തായി? 300ഉം 500ഉം തമ്മിൽ വ്യത്യാസമുണ്ട് അല്ലേ? ഒരു മാസം 5000 റുപ്യക്ക് അല്ലെങ്കിൽ 10000 റുപ്യക്ക് ജോലി ചെയ്ത ആൾ നല്ല ജോലിയൊക്കെ കിട്ടി അയാൾ പ്രൊമോഷനൊക്കെ ആയി വരുമ്പം ആൾക്ക് എന്താണ് 10,000 എന്നുള്ളത് 20,000 അല്ലെങ്കിൽ 15,000, 20,000, 25,000 ഒക്കെ ആവും. അപ്പോൾ എന്തായി? ആ ഫാമിലിയുടെ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് മാറി. അങ്ങനെ സൊസൈറ്റി മൊത്തത്തിൽ എന്താണ് സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് മാറും. മറ്റൊരു എക്സാമ്പിൾ പറയുന്നത്, ഇപ്പോൾ അണ്ടർ ഡെവലപ്ഡ് ആയിട്ടുള്ള ഒരു ഏരിയ, ഒരു എക്സാമ്പിൾ നമ്മൾ മലപ്പുറം ജില്ല എന്ന് എടുത്തോളാം. മലപ്പുറം ജില്ലയിൽ കൊണ്ടോട്ടി ഭാഗത്ത് ഒരു IT കമ്പനി വന്നു എന്ന് വിചാരിക്കുക. IT കമ്പനി വരുമ്പോൾ എന്താണ് അവിടെയുള്ള ലോക്കലായിട്ടുള്ള കുറച്ച് ആൾക്കാർക്ക് ആ IT കമ്പനിയിൽ ജോലി കിട്ടും അല്ലേ? ഡ്രൈവറായിട്ടോ അല്ലെങ്കിൽ അവിടുത്തെ സ്റ്റാഫായിട്ടോ പല രീതിയിലുള്ള ഓപ്പർച്യൂണിറ്റീസ് അവിടെ കിട്ടും. അതേപോലെ തന്നെ ഈ പുറത്തുനിന്ന് ഒരുപാട് ആൾക്കാർ ആ കമ്പനിയിൽ ജോലി ചെയ്യാൻ വരുമ്പോൾ അവർക്കൊക്കെ താമസിക്കാനുള്ള വീട് ഇവിടെ അറേഞ്ച് ചെയ്ത് നമ്മൾ കൊടുക്കും. അപ്പോൾ എന്താണ് അവർക്ക് ആ വീട്ടുകാർക്ക് വാടക കിട്ടും. ഇനി ഈ പുറത്തുനിന്ന് വന്ന ആൾക്കാർക്ക് സാധനം വാങ്ങാൻ നമ്മൾ ആ കമ്പനിയെ ചുറ്റിപ്പറ്റി അല്ലെങ്കിൽ അവർ താമസിക്കുന്ന സ്ഥലത്ത് ചുറ്റിപ്പറ്റി ഒരുപാട് ചെറിയ ചെറിയ കടകൾ തുടങ്ങും. ആ ചെറിയ ചെറിയ കടകൾക്ക് എന്താണ് വരുമാനം കിട്ടി തുടങ്ങും. അപ്പോൾ അവിടെ കുറച്ച് ആൾക്കാർക്ക് ഓപ്പർച്യൂണിറ്റി ആയി. പിന്നെ അതുപോലെ തന്നെ ഇവർ ഈ പുറത്തുനിന്ന് വന്ന ആൾക്കാർ ഉപയോഗിക്കുന്ന സാധനം ഈ കടയിലെത്തും. ഈ കടയിൽ നിന്ന് മറ്റ് ലോക്കലായിട്ടുള്ള ആൾക്കാർ ഈ സാധനം ഉപയോഗിച്ച് തുടങ്ങും. അങ്ങനെ നമ്മുടെ രാജ്യത്ത് കിട്ടാതിരുന്ന അല്ലെങ്കിൽ ആ സ്ഥലത്ത് ഇതുവരെ കിട്ടാതിരുന്ന സാധനങ്ങളൊക്കെ ആ സ്ഥലത്ത് കിട്ടി തുടങ്ങുമ്പോൾ അവിടുത്തെ ആൾക്കാരത് ഉപയോഗിക്കുമ്പോൾ അവരുടെ ലൈഫ് സ്റ്റൈൽ എന്തായി? ചേഞ്ചായി. മനസ്സിലായില്ല? അതാണ് ഹയർ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് എന്ന് പറയുന്നത്. മൊബിലൈസേഷൻ ഓഫ് ലോക്കൽ റിസോഴ്സസ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഇന്നൊരു കമ്പനി തുടങ്ങി, നമുക്ക് മെഷീനറി വാങ്ങാൻ പൈസ ഇല്ല, ക്യാപിറ്റൽ ഇല്ലെങ്കിൽ MSME നമുക്ക് മെഷീനറി തരും. ആ മെഷീനറി നമ്മൾ ഉപയോഗിച്ചിട്ട് നമുക്ക് ആ മെഷീനറി കുറച്ച് വരുമാനമൊക്കെ ആയി കഴിഞ്ഞതിന് ശേഷം മെഷീനറിയുടെ കപ്പാസിറ്റി പോരാ, കുറച്ചുകൂടി വലിയ നല്ല ടെക്നോളജി മെഷീനറിയൊക്കെ വാങ്ങണമെന്ന് വിചാരിച്ച് നമ്മൾ വലിയ മെഷീനറിയൊക്കെ വാങ്ങി വെക്കുമ്പോൾ എന്താണ് ഈ ഉപയോഗിച്ച മെഷീനറി നമ്മളെപ്പോലെ തുടങ്ങുന്ന മറ്റാൾക്കാർക്ക് എന്ത് ചെയ്യും? MSME കൊടുക്കും. അപ്പോൾ ഈ റിസോഴ്സ് ഇവിടുന്ന് എന്തായി? അവിടെ പോയി. അപ്പോൾ നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരുന്ന മെറ്റീരിയലും റോ മെറ്റീരിയലുകളൊക്കെ എങ്ങോട്ട് പോകും? മറ്റാളടുത്തേക്ക് പോകും. അയാളത് ഉപയോഗിച്ച് മാറ്റുമ്പോൾ അത് വേറെ ആൾക്ക് കൊടുക്കും. ഇങ്ങനെ എന്താണ് ഒരേ റിസോഴ്സസ് തന്നെ പല ആൾക്കാർക്കും കൊടുത്ത് എല്ലാവരെയും എന്ത് ചെയ്യുക? ഡെവലപ്പ് ചെയ്യിക്കുക. അതാണ് മൊബിലൈസേഷൻ ഓഫ് ലോക്കൽ റിസോഴ്സസ് എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ? അതായത് ഇപ്പോൾ വളരെ റെയറായിട്ടുള്ള റിസോഴ്സസൊക്കെ ആണെങ്കിൽ സർക്കാർ എന്താണ് നമുക്ക് റിസർവേഷനുണ്ട്. MSMEയിൽ മെമ്പറായിട്ടുള്ള അല്ലെങ്കിൽ MSMEയിൽ രജിസ്റ്റർ ചെയ്ത ഒരു കമ്പനിക്ക് എന്തുണ്ട്? റിസർവേഷനുണ്ട്. നമുക്ക് കൊടുത്തിട്ടേ പുറത്ത് പ്രൈവറ്റ് ആൾക്കാർക്ക് കൊടുക്കുകയുള്ളൂ. ഇതാണ് MSMEയുടെ റോൾ എന്ന് പറയുന്നത്. MSME റോൾ ചിലപ്പം 4 മാർക്കിന് മാത്രം ചോദിക്കാം, അല്ലെങ്കിൽ essay ആയിട്ടും ചോദിക്കാം, ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് MSMEയും ചോദിക്കാം. ഓക്കെ, അത് നിർബന്ധമായിട്ടും പഠിച്ചിരിക്കണം. ഓക്കെ, താങ്ക് യു.